രാത്രികാലങ്ങളിൽ ചങ്ങരംകുളം ടൗണിനെ മലിനമാക്കുന്ന രീതിയിൽ തുടരുന്ന മത്സ്യ വിൽപ്പനയിൽ പ്രതിഷേധവുമായി ഗുഡ്സ് ഓട്ടോ തൊഴിലാളികൾ രംഗത്ത്. ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ വർഷങ്ങളോളായിട്ട് ഇവിടെ വണ്ടിയിടലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ഇത് പറഞ്ഞാൽ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും പൊതുജനങ്ങൾക്കുള്ള ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും പിന്നെ നമ്മൾ ഈ മീനിൻ്റെ വെള്ളം ചവിട്ടിയിട്ട് വേണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും കാര്യങ്ങൾ. ഞങ്ങൾക്ക് ഇതിനെതിരെ പരാതി ഞങ്ങൾ 2 പഞ്ചായത്തുകൾക്കും അതുപോലെ പോലീസ് സ്റ്റേഷനിലും നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ നടപടിയെടുക്കുന്നതാണ് ഞങ്ങളോട് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ നടപടികളൊന്നും ഇതുവരെ ആയിട്ടില്ല. 24-ാം തീയതി ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് നമുക്ക് ഈ പരിപാടി ഇവിടെയുള്ള മീൻ മാർക്കറ്റ് അല്ലെങ്കിൽ ഈ മീൻ വണ്ടികളൊക്കെ ഒഴിവാക്കുന്നതാണ് നമ്മളിപ്പോൾ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇത് വളരെയധികം മോശമായിട്ടുള്ള ഒരു സംഭവമാണ്. കാരണം ഈ സൺറൈസ് ഹോസ്പിറ്റലിലേക്കും ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കും പോകുന്ന രോഗികൾ ഈ മീനിൻ്റെ വെള്ളം ചവിട്ടിയിട്ട് വേണം പോകാൻ. അപ്പോൾ അത് കാരണം ഇത് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം. അതിന് അധികൃതരുടെ സൈഡിൽ നിന്നുള്ള എല്ലാവിധ പിന്തുണകളും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ചങ്ങരംകുളം ടൗണിൽ തിരക്കേറിയ തൃശൂർ റോഡിലാണ് ഗുഡ്സ് ഓട്ടോയിലെത്തുന്നവർ മത്സ്യവില്പന നടത്തുന്നത്. വൈകുന്നേരമാകുന്നതോടെ 20-ലധികം ഗുഡ്സ് ഓട്ടോകളാണ് മത്സ്യവുമായി ഇവിടെ കച്ചവടത്തിനെത്തുന്നത്. മത്സ്യത്തിന്റെ മലിനമായ ജലം ഇവിടെ ഒഴുകുന്നതോടെ പകൽ സമയങ്ങളിൽ ഇവിടെ അസഹ്യമായ ദുർഗന്ധമാണെന്നും യാത്രക്കാർക്ക് വലിയ ദുരിതമാണെന്നുമാണ് പരാതി. ഇവിടെ ചങ്ങരംകുളം കാളിമത്ത് ഗുഡ്സ്റ്റാൻഡ് കുറെ കാലം ഗുഡ്സ്റ്റാൻഡായിട്ട് അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ റോഡ് സൈഡിലാണ് വണ്ടി കിടന്നത്. അപ്പോൾ ഇവിടെ മീൻ കച്ചവടക്കാർ 1-2 വണ്ടിയല്ല, 15, 17, 18 വണ്ടിയോളം 2 സൈഡിൽ എടുക്കുക. അപ്പോൾ ഭയങ്കര വഴി ബ്ലോക്കും തന്നെയല്ല. ഈ അവർ കൊണ്ടുവരുന്ന മീനിന്റെ വേസ്റ്റുകളും വെള്ളം കണ്ടമാനം ഇവിടെ ഒഴിക്കുകയാണ്. ഇവിടെ നിൽക്കാൻ പറ്റാത്ത അന്തരീക്ഷം. ഇവിടെ സൗന്ദര്യവൽക്കരണം എന്ന് പറഞ്ഞിട്ട് ഒരു പദ്ധതി ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സൗന്ദര്യവൽക്കരണം എല്ലാം കൂടുതൽ വരുന്നത് സൗന്ദര്യ മണ്ണങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് പഞ്ചായത്ത് അധികാരികളും അതിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അതിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഗുഡ്സ് സ്റ്റാൻഡിന്റെ ആൾക്കാർ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. തങ്ങളുടെ സ്റ്റാൻഡ് ഇവിടെയാണെന്നും ഇവിടെ മത്സ്യവില്പനയ്ക്ക് എത്തുന്ന വാഹനങ്ങൾ തങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുമാണ് ഗുഡ്സ് ഓട്ടോ തൊഴിലാളികൾ പറയുന്നത്. രാത്രിയാവുന്നതോടെ റോഡിൽ വലിയ ഗതാഗതക്കുരുക്കുണ്ടാകുന്ന രീതിയിൽ നടക്കുന്ന മത്സ്യവില്പന നിർത്തലാക്കണമെന്ന് അധികൃതർക്ക് മുന്നിൽ പലതവണ ആവർത്തിച്ചിട്ടും പരിഹാരമുണ്ടായില്ല എന്നും തൊഴിലാളികൾ പറഞ്ഞു. പോലീസും പഞ്ചായത്തും ചേർന്ന മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ മത്സ്യവില്പന നിരോധിച്ചിരുന്നുവെങ്കിലും ഓരോ ദിവസവും ഇവിടെ മത്സ്യം വിൽക്കാനെത്തുന്ന വാഹനങ്ങളുടെ നീണ്ട നിരയാണ് അനുഭവപ്പെടുന്നത്. CNTV ചങ്ങരംകുളം.